എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്നൊരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മൾ അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ അരി അരയ്ക്കൊന്നും വേണ്ട. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് കടയിൽ നിന്ന് മേടിക്കുന്ന നൂൽപ്പിട്ട് വെള്ളയപ്പത്തിൻ്റെ ഒക്കെ അരിപ്പൊടി വെച്ചിട്ടാണ് ഞാനിന്ന് ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഈ വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് കാണണം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു 5 മിനിറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. 5 മിനിറ്റിനുള്ളിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് നൂൽപ്പിട്ട് വെള്ളയപ്പം പത്തിരി അതിനൊക്കെ ഉപയോഗിക്കണ നൈസായിട്ട് പൊടിച്ച് വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഒരു മെഷറിംഗ് കപ്പ് കൊണ്ട് 1 കപ്പ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് മൈദയും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അരിപ്പൊടി ഞാൻ പാക്കറ്റിലായിട്ടുള്ള അരിപ്പൊടിയാണ് ഉപയോഗിച്ചത്. മൈദയും അതുപോലെ വാങ്ങിക്കുന്ന മൈദയാണ്. ഇനി ഇതിലേക്ക് 4 ടീസ്പൂൺ റവ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ വറുത്ത റവയാണ് ഉപയോഗിക്കുന്നത്. റവ വറുത്തതല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഉണ്ണിയപ്പം നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റവ ചേർത്തത്. റവ 4 ടീസ്പൂണിന് പകരം 2 ടേബിൾ സ്പൂൺ ചേർത്താലും മതി കേട്ടോ. ഇനി അടുത്തതായി നമുക്കിതിലേക്ക് വേണ്ടത് പപ്പടമാണ്. ഞാനിവിടെ ഒരു 4 പപ്പടം എടുത്തിട്ട് അത് കുറച്ച് ചെറിയൊരു ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാണ്. ഇതൊന്ന് കുതിരണം കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുതിർന്ന് കിട്ടും. ആ കുതിരാനുള്ള സമയം കൊണ്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 4 അച്ച് ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. ഈ ശർക്കരയിലേക്ക് മെഷറിംഗ് കപ്പ് കൊണ്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ 4 അച്ച് ശർക്കര എടുത്താൽ നമുക്ക് അധികമായിട്ട് മധുരം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കൂടുതൽ മധുരം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 6 അച്ച് വരെ ശർക്കര എടുക്കാം കേട്ടോ. 5 6 അച്ച് ശർക്കര എടുത്താൽ നല്ല മധുരം കിട്ടും. ഇത് ഒരു ചെറിയൊരു മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. എല്ലാ ശർക്കരയും നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം. പിന്നെ നമ്മളിത് നൂൽപ്പരുവത്തിലൊന്നും ആക്കണ്ട. നമ്മൾ 1 കപ്പ് വെള്ളം മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ. ശർക്കര പാവാക്കാനായിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കറക്റ്റ് വെള്ളം മാത്രമേ ഒഴിക്കാനായിട്ട് പാടുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഈ ശർക്കരപ്പാവ് ചൂടോടുകൂടെ തന്നെ അരിപ്പൊടിയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു അരിപ്പ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. കാരണം ഈ ശർക്കരയിൽ വല്ല ചളിയോ അതല്ലെങ്കിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടാണ് സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഈ ചൂടോടുകൂടി തന്നെ ശർക്കരയുടെ പാവ് ഒഴിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ചെറിയ ചൂടുള്ള ഒരു വെള്ളം കൂടി ഒഴിച്ചിട്ട് കറക്റ്റായിട്ട് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് ഉണ്ണിയപ്പത്തിനുള്ള ബാറ്റർ വേണ്ടത്. അപ്പം അതുപോലെ നമുക്ക് ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള പപ്പടം ചേർത്ത് കൊടുക്കാം. പപ്പടം ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കണം. പപ്പടം എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി ഞാനിവിടെ കുറച്ച് നാളികേരം നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ ഉണ്ണിയപ്പത്തിൻ്റെ ഇടയ്ക്ക് ഇത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയ നാളികേരമാണ് നെയ്യിൽ വറുത്തെടുത്തേക്കണത്. ചിരകിയ നാളികേരം നെയ്യിൽ വറുത്തെടുത്തിട്ട് ഇതിൽ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. അതും ടേസ്റ്റാണ്. ഇനി അടുത്തതായിട്ട് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചെടുത്തതാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. 4 5 ഏലക്കായുടെ മാത്രമേ ആവശ്യമുള്ളൂ. പൊടിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചെടുത്തത്. ബാറ്റർ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പം തന്നെ നമ്മൾ അപ്പം ചുട്ടെടുക്കാനായിട്ട് പോവുകയാണ്. ഇനി ഇതിൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലോ വെളിച്ചെണ്ണയോ എന്താണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ആ കുഴിയിലൊക്കെ നിറയണ തരത്തിൽ മാത്രമേ ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. കാരണം കൂടുതലായിട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ മാവും കൂടിയും ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എണ്ണ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് മാത്രം ഒഴിക്കുക. അതിനുശേഷം ഞാൻ ഇതുപോലൊരു ഗ്ലാസ്സിലാണ് ഇന്ന് മാവാക്കിയേക്കണത്. അതാവുമ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ നല്ല എളുപ്പമാണ്. ഇത് മുഴുവനായിട്ടും ഒഴിച്ചെടുക്കാൻ 1 ഗ്ലാസ് മാവിന് ധാരാളമാണ്. ഓരോന്നിലും ഒരു 1/4 ഭാഗത്തോളം മാത്രമേ മാവ് ഒഴിക്കണ്ടൂ. നമ്മുടെ മാവിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് നമുക്ക് അപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്ത വഴിക്ക് തന്നെ അപ്പം അങ്ങനെ പൊന്തി കിടക്കുന്നുണ്ട്. ഒരു ഭാഗം നന്നായിട്ട് ആയി കിട്ടിയാൽ മാത്രമേ മറിച്ചിടാനായിട്ട് പാടുള്ളൂ.
അപ്പത്തിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എല്ലാതും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെക്കണം. നമ്മൾ ഓവർ ഫ്ലെയിം ആക്കി വെച്ചു വെച്ചെങ്കിൽ നമുക്ക് ഉള്ളി വെന്ത് കിട്ടൂല, അതല്ല പുറം ഭാഗം കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പത്തിൻ്റെ രണ്ടു ഭാഗവും ഏകദേശം നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരി മാറ്റി വെക്കാം. ഒരു അരിപ്പയിലേക്ക് തന്നെയാണ് ഞാനിത് കോരി വെക്കുന്നത്. ഓരോ അപ്പം എടുത്തിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഉള്ള എണ്ണയൊക്കെ അതിലേക്ക് തന്നെ വീണോളൂ. അങ്ങനെ എല്ലാ അപ്പവും ഞാൻ ഈ സ്ട്രെയിനറിലേക്ക് കോരിയെടുക്കുകയാണ്. നല്ലതുപോലെ ബ്രൗൺ കളറായിട്ടുള്ള നല്ല മൂത്തിട്ടുള്ള ഉണ്ണിയപ്പാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തത്. നിങ്ങൾക്ക് ഇത്ര മൂപ്പ് വേണ്ടെങ്കിൽ ഇതിലും കുറച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ബാക്കിയുള്ള മാവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇന്ന് ഇവിടെ എടുത്ത മെഷറിങ്സ് വെച്ചിട്ട് ഒരു 40 എണ്ണത്തിൻ്റെ ഉള്ളിൽ ചെറിയ ഉണ്ണിയപ്പാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക. നല്ല വലിയ ഉണ്ണിയപ്പാണെങ്കിൽ ഇതിൻ്റെ പകുതി മാത്രമേ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് നല്ല ചെറിയ ഉണ്ണിയപ്പാണ്. നിങ്ങൾക്ക് ഉണ്ണിയപ്പത്തിന് നല്ല മധുരം ഇഷ്ടമാണെങ്കിൽ ഇവിടെ ഞാൻ 4 അച്ച് ശർക്കരയാണ് എടുത്തേക്കണത്. അതിന് പകരമായിട്ട് ഒരു 6 അച്ചെങ്കിലും ശർക്കര എടുത്താൽ നല്ല മധുരം കിട്ടും കേട്ടോ. ഉണ്ണിയപ്പം ഉണ്ടാക്കൽ മുഴുവനായിട്ട് തീർന്നു. ഇത് ഞാനൊരെണ്ണം പൊട്ടിച്ച് കാട്ടി തരാണ്. കണ്ടോ, ഉള്ളിൽ എത്ര ക്ലിയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് ചെറിയ ഉണ്ണിയപ്പാണ്. ഇത് വേവാതെ ഒന്നും ഇരുന്നിട്ടില്ല, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്തായാലും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കി നോക്കണം. നിങ്ങൾക്ക് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ഈ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോവുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.